സർ താങ്ക് യു. JRCO വളരെ സന്തോഷം. എന്നെ പരിചയപ്പെടുത്തി. പേര് നോബിൾ ജോസ്. എറണാകുളത്ത് വരാപ്പുഴയിലാണ് താമസം. RCMൽ വന്നിട്ട് 8 വർഷവും 2 മാസവുമായി. ഇതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു ടൂർ കമ്പനിയിൽ മാനേജരായിട്ട് എറണാകുളത്ത് ഇടപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് വളരെ യാദൃശ്ചികമായി RCM എന്റെ കയ്യിൽ കിട്ടുന്നത്. RCM എന്റെ കയ്യിലോട്ട് തന്നത് ടെക്നിക്കൽ അച്ചീവർ മോളി ആന്റണി മേഡമാണ്. ഈ സമയത്ത് ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ മോളി മേഡത്തെ ഓർക്കുന്നു. അതോടൊപ്പം ഇതൊരു പ്രൊഫഷനാണ്, വലിയൊരു ബിസിനസ്സാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊക്കെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ചെയ്തിരുന്നവരും ഒക്കെ ഒരുപക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഏത് ജോലിക്ക് പോകുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു ട്രെയിനിങ് ഉണ്ട്. ഇതും ഏറ്റവും നല്ല പ്രൊഫഷണൽ ഒന്നായതുകൊണ്ട് തന്നെ ഇതിനും ട്രെയിനിങ്ങിന്റെ ആവശ്യം ധാരാളം ആവശ്യമുണ്ട്. RCMനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം എങ്ങനെ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഡോക്ടർ രാജൻ സാർ, ബിനു സാർ, മൂർത്തി സാർ, ഇവരെ ഓർക്കാതെ ഈ പ്രോഗ്രാം നമുക്ക് തുടങ്ങാൻ പറ്റില്ല, എനിക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്താ പറയണ്ടേ എന്നെ വിളിച്ചു. എനിക്ക് തോന്നുന്നു ആട്ടം കാണാൻ കഥയറിഞ്ഞിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംസാരിച്ചത് ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തതൊക്കെ നോബിൾ സാർ തന്നെയാണ്. എനിക്കത് തോന്നുന്നു. അതെ അതെ. എന്തായാലും വളരെ സന്തോഷം. ഞാനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രസന്റേഷനിൽ എന്റെ ലൈഫ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തിന് RCM ചെയ്യണം, ഇനി വരുന്ന 9 ദിവസം, ഇന്ന് 21, അപ്പൊ ഇന്നത്തെ ദിവസം വിട്ടേക്കും, 9 ദിവസം, അതായത് 216 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഞാൻ പ്രസന്റേഷൻ ഒന്ന് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും ആട്ടം കാണാം കഥയറിഞ്ഞ് 100ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വർഷത്തെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് വരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസമാണ്. ഇതിനു ശേഷം അങ്ങോട്ട് ആഘോഷത്തിന്റെ ഒരു പെരുമഴയാണ് വരാൻ പോകുന്നത് അല്ലെ. അപ്പോ നമുക്ക് നോക്കാം. ഇത് തുടങ്ങുന്നതിന് മുൻപ് ഈ വ്യക്തിക്ക് നന്ദി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രയോ നടീനടന്മാരുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു ബഹുമാനം ഇല്ലേ. ആ വരുന്ന വരവാണ് ഒരു രാജാവ് വരുന്നു, ഒരു 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 വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. RCMന്റെ തലയെടുപ്പുള്ള ഇങ്ങനത്തെ വേറൊരാൾ ആരാ ഉള്ളത്? കാരണം എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്തിനും തുടക്കമിടാൻ വളരെ എളുപ്പം. ആർക്ക് വേണേലും തുടങ്ങാം, എപ്പോ വേണേലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് 100 ആഴ്ച അത് സക്സസ്ഫുള്ളി അതിനുവേണ്ട ആൾക്കാരെ കണ്ടെത്തി അതിനുവേണ്ട ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അതിന്റെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മെസ്സേജുകൾ ഉണ്ടാക്കി അത് പ്രൊമോട്ട് ചെയ്ത് ടീമിലുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിനു സാർ. സാർ താങ്ക് യു. കാരണം എങ്ങനെയാണ് സാറിന് പേര് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇത്രയും മനോഹരമായ ഒരു പേര് ഈ ഒരു എങ്ങനെയാ വലിയ പ്രോഗ്രാമിന് ആട്ടം കാണാം കഥയറിഞ്ഞ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയ്ക്ക് മനോഹരമായ ഒരു പേര് കൊണ്ടുവന്ന് അതിനെ ആൾക്കാരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി ചെന്നു ഇല്ലേ. ശരിയല്ലേ? നമ്മളൊക്കെ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഇത് കേൾക്കും, എന്താണ് ഈ ആട്ടം കാണാൻ കഥയറിഞ്ഞ് ഇല്ലേ. അപ്പം നമ്മൾ ചില എന്താണ് കോമഡി പ്രോഗ്രാം ഒക്കെ ഉണ്ട്, നമ്മൾ TV-യിലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഉപ്പും മുളകും ഒക്കെ. ആൾക്കാർ ഇങ്ങനെ ഓരോ എപ്പിസോഡ് വരാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാലാണ് ആട്ടം കാണാൻ കഥയറിഞ്ഞ്. അടുത്ത ആഴ്ച ആരാണ്? അടുത്ത ആഴ്ച ഇന്നയാളാണല്ലോ. ശരി. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ UK-യിലാണ് തോന്നുന്നു ടെഡ് ടോക്ക് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം. യൂട്യൂബിലൊക്കെ ടെഡ് ടോക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വിവിധ സബ്ജക്റ്റുമായിട്ട് സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെഡ് ടോക്ക്. ലോകത്തിലൊക്കെ ഉള്ള വിവിധ ആൾക്കാർ അവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ
തമിഴ്നാട്ടിൽ നിന്ന് ഒരു അരുണാചലമുണ്ട്. സാനിറ്ററി നാപ്കിനിലെ വിപ്ലവം സൃഷ്ടിച്ച് പത്മശ്രീ അവാർഡൊക്കെ മേടിച്ച ഒരു അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള ആർസിഎമ്മിന്റെ ലീഡേഴ്സിന്റെ ഒരു സ്വപ്നം പ്ലാറ്റ്ഫോമാണ് ഏത്? ആട്ടം കാണാം കഥയറിഞ്ഞിൽ സംസാരിക്കുക എന്നുള്ളത്. ധാരാളം ആൾക്കാർ ഒരു സംസാരിക്കാൻ അവസരം കിട്ടി നിൽക്കുന്ന സമയത്താണ് പല തവണ എനിക്ക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ സമയം കിട്ടിയെന്നുള്ളത്. അത് കാരണക്കാരൻ ഈ ബിനു സാറ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചു, പക്ഷെ അത് പെർഫോം ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണം, അത് കേൾക്കുന്ന ആൾക്കാർ നമുക്ക് വേണം. ആ രീതിയിൽ അത് സെറ്റ് ചെയ്ത് തരുമ്പോഴാണ് ഓരോരുത്തർക്കും വലിയ വലിയ സക്സസിലോട്ട് കുതിക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? അങ്ങനെ നമ്മുടെ തലയെടുപ്പുള്ള പ്രിയപ്പെട്ട ബിനു സാറിന് നന്ദി. കാരണം ഇങ്ങനെയൊരു ഐഡിയ കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബിനു സാറിനെ വിളിച്ചു നോക്കി, ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അത് വളരെ പെട്ടെന്ന് ആ പ്രശ്നം അതെന്താണോ നല്ലതാ എന്താണോ അത് സോൾവ് ചെയ്ത് അദ്ദേഹം പറയും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു മഹാനായ ലീഡർ എന്ന് നമുക്ക് പറയാം. അതാണ് ബിനു സാർ. എത്രത്തോളം പേർക്ക് അറിയില്ല, പക്ഷെ എനിക്ക് വളരെ അറിയാം. ഓരോ കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് വളരെ കൃത്യമായി അത് ചെയ്ത് അതിന് റിസൾട്ട് കൊടുക്കുന്ന ഒരു വലിയ ലീഡർ. സർ, ഒരിക്കൽ കൂടി താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ 462 പേർക്കും വേണ്ടി ഞങ്ങളുടെ താങ്ക് യു സാറിന് അർപ്പിക്കുന്നു. കാരണം അത്രയ്ക്ക് മനോഹരമായ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ അവതരിപ്പിക്കുകയും ചെയ്യും. സാർ പറഞ്ഞു 1-2 ആഴ്ച ചില ആഴ്ചകളിലൊക്കെ നടന്നിട്ടില്ല. കാരണം ചില മറ്റ് പ്രോഗ്രാം വരുന്ന സമയത്തും വിശിഷ്ടാതികളുടെ പ്രോഗ്രാം വന്ന സമയത്തും ചില അർജന്റ് ആയിട്ടുള്ള ചില യാത്രകളുടെ സമയത്തൊക്കെയാണ് ഈ പ്രോഗ്രാം ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം സന്തോഷം. ഇനി നമ്മുടെ ഈ ആട്ടം കാണാൻ കഥയറിഞ്ഞ ആണെങ്കിൽ പോലും ഇന്നത്തെ ഇതിനൊരു പ്രത്യേക പേരും കൂടി ഇട്ടുണ്ടായിരുന്നു, കാര്യം നിസാരം. ഈ പേരും ഇട്ടത് നിസാരം, കാര്യം നിസാരം. പക്ഷേ ഞാൻ ഒരു വാക്ക് അതിനകത്തോട് ആഡ് ചെയ്തു, കാര്യം വളരെ നിസാരം. ഇനിയിപ്പോ എന്താണോ ഈ കാര്യം നിസാരം അത് നമുക്ക് നോക്കണം. ശരിയല്ലേ? കാര്യം നിസാരം നമുക്ക് നോക്കാം. കാരണം ഞാനിത് ഓരോ എന്താ പറയണ്ടേ മീറ്റിങ്ങിലും, ഇന്നലെ കോട്ടയത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, നാളെ ഇങ്ങനെ 8:45 ഒരു സൂം പ്രോഗ്രാം ഉണ്ട്. അപ്പോ ആട്ടം കാണാൻ കഥയറിഞ്ഞൊരു 100ാം എപ്പിസോഡാണ്. ഒരു സ്പെഷ്യൽ പേരുണ്ട്, കാര്യം നിസാരം എന്നാണെന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അപ്പൊ പ്രശ്നം ഗുരുതരമാണല്ലോ സാറേ. ഇപ്പൊ പൊതുവെ നമ്മൾ കാര്യം നിസാരം എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എന്താണ് പ്രശ്നം ഗുരുതരം. കാരണം പണ്ടൊരു സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് അങ്ങ് പോകും. പ്രശ്നം ഒരു ഗുരുതരവും ഒന്നുമില്ല. ഇത് വളരെ സിമ്പിൾ. ആർസിഎം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഒരു ബിസിനസ് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഇതിനെ ഗുരുതരമാക്കുന്നത് ആരാ? എടുകൊടുക്കെ ചോറും കറിയും സാറിന്റെ ഹൈലൈറ്റ് ആയിരുന്നു അല്ലേ? പക്ഷെ ഇതിനെ ഗുരുതരമാക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇതിപ്പോ 464 പേരുണ്ടല്ലോ, ഇതില് ബുദ്ധിയുള്ളവരൊന്ന് മെസ്സേജ് അയക്കാവോ? ഓക്കെ, അപ്പൊ നമ്മള് ബുദ്ധിയുള്ള ആൾക്കാർ സെഞ്ചുറി അടിക്കാൻ പോകുന്നു. പക്ഷെ ഇത്രയും ആൾക്കാരിൽ ഇത്രയും പേർക്കേ ബുദ്ധിയുള്ളൂ. ഇനി മനഃപൂർവ്വം മെസ്സേജ് അയക്കാത്തവരുണ്ട്, ചില ആൾക്കാർ കൈ പൊക്കുന്നുണ്ട്. ഓക്കെ, 194 കഴിഞ്ഞു, നമ്മളിത് 100-ലോട്ട് എത്തുന്നു. വളരെ സന്തോഷം. ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് വളരെ സന്തോഷം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ ബുദ്ധി ഒരു കാരണവശാലും ഈ ബിസിനസ്സിൽ പ്രയോഗിക്കരുത്. പെട്ടു, ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കുകയും ചെയ്തു അല്ലേ? ഞാൻ എന്താ പറഞ്ഞ്, നമുക്കുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ ബുദ്ധി ഒരു കാരണവശാലും ഈ ബിസിനസ്സിൽ പ്രയോഗിക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പറ്റു പറ്റിയത് കൊണ്ടാണ് കൈ പൊക്കാഞ്ഞതെന്നാണ് ബിജു സനിൽ മാഡം പറയുന്നത് അല്ലേ? ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ. കാരണം എന്താണെന്നറിയോ, ഈ ബിസിനസ് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്കിത് ശീലമായിരുന്നു അല്ലെ? നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത ഇത് അങ്ങനെ ചെയ്യേണ്ടതല്ല. അപ്പൊ നമ്മുടെ ബുദ്ധി എന്താ ചെയ്യണ്ടേ? ഈ ബുദ്ധി എന്ത് ചെയ്യണമെന്നറിയോ, ഇത് ഏത് ബാങ്കിലാണോ, ഇപ്പൊ ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവര് ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ
ആർസിഎമ്മിന്റെ ID കൊടുത്തപ്പോൾ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ പോയിട്ട് ആ ലോക്കറിൽ കൊണ്ടുപോയി വെക്കുക. അതെ, രാജ്യമടൊക്കെ ഓൾറെഡി ഞാൻ പറയുന്നതിന് മുമ്പ് എഴുതി വെച്ച് ആ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചേക്കുക. എന്റെ ബുദ്ധി എടപ്പള്ളിയിലെ SBI ബ്രാഞ്ചിൽ ഉണ്ട്, അവിടെ ഇത് വെച്ചേക്കുക. 3 വർഷം കഴിഞ്ഞ് എടുക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ലോക്കറിൽ വെച്ചത്. പക്ഷെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ എടുത്തിട്ടേ ഇല്ല. ഈ ബിസിനസിന്റെ മാത്രം പ്രത്യേകതയാണ്, നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് ഈ ബിസിനസ് മനസ്സിലാവില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വേണ്ട. പകരം ആരുടെ ബുദ്ധി ഉപയോഗിക്കണം? ഈ ബിനുസാറിനെ പോലുള്ളവര്, നമ്മുടെ ലീഡേഴ്സ് ഇല്ലേ, നമ്മുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്, അപ്ലൈൻ എന്ന് പറയുന്ന ആ ലീഡേഴ്സിന്റെ ബുദ്ധി ഉപയോഗിക്കൂ. കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് പുതിയ പ്ലാറ്റ്ഫോമാണ്. എന്തുകൊണ്ടാ? കാരണം ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ അവർ ഓരോരുത്തരുടെ വിദ്യാഭ്യാസ യോഗ്യത പലതാണ്, അവരുടെ വളർന്നു വന്ന സാഹചര്യം പലതാണ്, അല്ലെ? പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഒരേ രീതിയിൽ കൊണ്ടുപോയി കോർത്തിണക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ബിസിനസ് സക്സസ് ആവുന്നത്. ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ മനസ്സിലാകുന്നത് പലതും പല രീതിയിലായിരിക്കും. നമ്മൾ തമാശക്കാണെങ്കിലും പലരും ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ഒരാളോട് ഷെയർ ചെയ്തു, ഞാനൊരു പാമ്പിനെ കണ്ടു. അപ്പോ കേട്ടയാള് കുറച്ചും കൂടെ പൊടിപ്പും തൊങ്ങലും കേട്ടിട്ട്, എടോ അവന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഒരു മൂർഖം പോയി നാക്കി, ഞാൻ കണ്ടത് ഒരു ചേരയാണ്. മൂന്നാമത്തെ ആള് കുറച്ചും കൂടെ ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഇന്നയാളുടെ വീടിന്റെ ഫ്രണ്ടിൽ പെരുമ്പാമ്പ് വന്നു. അതിങ്ങനെ പോയി 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 ഇപ്പൊ എനിക്കറിയില്ല എന്തൊക്കെ ഇതായി എന്ന് നമ്മളിത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബിസിനസ്സിൽ. കാരണം പറയുന്നത് ഒരേ കാര്യമാണ്, പക്ഷെ അതിനെ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നത് ഒരു പക്ഷെ പല രീതിയിലായിരിക്കാം, എന്നിട്ട് തന്നെ പ്രവർത്തിക്കുന്നതും ആ രീതിയിലായിരിക്കും. അപ്പൊ അതിനെയെല്ലാം കോർത്തിണക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു സിസ്റ്റം ഉള്ളതും. നമ്മുടെ ലീഡേഴ്സ് കറക്റ്റും ഈ സിസ്റ്റത്തിൽ വിജയിച്ചു പോകുന്ന ലീഡേഴ്സ് പറയുന്നത് കേട്ടിട്ട് മുന്നോട്ട് പോകാനും പറയുന്നതാണ്. കാരണം നമ്മൾ നമ്മുടേതായ ബുദ്ധി ഉപയോഗിക്കും, അവിടെ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോ കാര്യം വളരെ നിസ്സാരമാണ്. പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. ബിൽഡ് ഇറ്റ് ബിഫോർ യു നീഡ് ഇറ്റ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ എപ്പോഴാണ് ആർസിഎം പോലെ ഒരു പ്രസ്ഥാനത്തിൽ അസോസിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഡോക്ടർ രാജൻ സാറിന്റെ അടുത്ത് ധാരാളം രോഗികൾ ചെല്ലാറുണ്ട്. എപ്പോഴാണ് ചെല്ലുന്നത്? എല്ലാ ഹോസ്പിറ്റലിലും പോയി എല്ലാവരും തഴഞ്ഞ് അവസാനത്തെ രക്ഷയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ രീതിയിൽ ചെല്ലുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താ നേരത്തെ ചെല്ലാഞ്ഞ്? നേരത്തെ രാജൻ സാറിനെ കുറിച്ച് പറയാറില്ലേ? നേരത്തെ അറിഞ്ഞിട്ടില്ലേ? അപ്പൊ അന്നൊന്നും പലരും അതൊന്നും വേണ്ട, നാച്ചുറോപ്പതി അതൊന്നും വേണ്ട. പക്ഷെ പലരോട് എല്ലാ ഹോസ്പിറ്റലും ചികിത്സ ചെയ്തു, ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവസാനത്തെ ഒരു അറ്റകൈ പ്രയോഗമെന്ന് രാജൻ സാറിന്റെ അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു. രാജൻ സാർ പറയുന്നത് പോലെ ജീവിതത്തിന്റെ കുറച്ച് ശൈലികളൊക്കെ മാറ്റി നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്താണ്? അവർക്ക് കുട്ടികളുണ്ടായി, അവർ സുഖമായിട്ട് ജീവിക്കും. എന്താ വളരെ കിടപ്പ് രോഗികള് രാജൻ സാറിന്റെ അടുത്ത് വരുന്നു, അല്ലെ? കുറച്ച് ജീവിതശൈലി മാറ്റാൻ പറയുന്നു, നല്ല ഭക്ഷണം കഴിക്കാൻ പറയുന്നു, കുറച്ച് വെയിൽ കൊള്ളാൻ പറയുന്നു, കുറച്ച് വെള്ളത്തിലിരിക്കാൻ പറയുന്നു, ചില കാര്യങ്ങൾ പറയുന്നു. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റം വരുന്നു. അപ്പോ നമ്മൾ ഈ ഒരു പ്രശ്നം വന്നിട്ടാണോ അല്ലെങ്കിൽ വരാൻ വേണ്ടി നോക്കിയിരിക്കണോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ? നമ്മൾ പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ആരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും പ്രിവെൻഷൻ വേണം, അല്ലെ? അത് നമ്മുടെ സാമ്പത്തിക കാര്യത്തിലായാലും ശരി, എന്ത് കാര്യത്തിലും ഈ ഒരു പ്രിവെൻഷൻ വേണമെങ്കിൽ നമ്മൾ പറയാറുണ്ട് നല്ല നാളേക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നല്ല നാളേക്ക് വേണ്ടിയിട്ട്, നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രസ്ഥാനം എന്ന് പറയുന്നത് ആർസിഎം. കാരണം അതിൽ വിജയിച്ച ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കും. മൂർസാറിന്റെ പല ക്ലാസ്സിലും മൂർസാർ പറയാറുണ്ട്, ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുന്ന പലരും 90% ആൾക്കാർ 1 വർഷം കൊണ്ട് വിട്ടുപോകും. കാരണം ഇതിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട്.
പക്ഷെ 5-10 വർഷമായിട്ട് ഈ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവര് വലിയ വലിയ അച്ചീവേഴ്സാ. അവര് നല്ല രീതിയിൽ വരുമാനം മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നത്? ചില ആൾക്കാര് വിഷൻ എന്ന് പറയും, കാഴ്ചപ്പാട്. ഒരു 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധ്യതയില്ല. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ചിലർക്ക് ചിട്ടി, കുറി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. FD അക്കൗണ്ട് എടുക്കുന്നവരുണ്ട്, അല്ലെ? എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ ഇനിയൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ആ സമയത്തേക്ക്, ഇപ്പൊ കുട്ടികളുടെ കല്യാണം വരുന്ന സമയത്ത്, വിദ്യാഭ്യാസം വരുന്ന സമയത്ത്, മറ്റെന്തെങ്കിലും ഒരു ചടങ്ങ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തുടങ്ങും. 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിന് വേണ്ടി സേവിങ്സ് നമ്മൾ തുടങ്ങി വെക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നോ പ്രോബ്ലം. ഇന്നൊരു ബിസിനസ് ഉണ്ട്, നോ പ്രോബ്ലം. നിങ്ങളിപ്പോ കോടീശ്വരനാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആർച്ചയും ഏറ്റെടുക്കും. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റുമോ? അവിടെയാണ് ഞാൻ എന്റെ ശരീരത്തിൽ കിടക്കുന്ന കംപ്ലീറ്റ് വസ്ത്രങ്ങളും RCMന്റെ. ഞാൻ കഴിക്കുന്നത് RCM, ഞാൻ ചിന്തിക്കുന്നത് RCM, പ്രവർത്തിക്കുന്നത് RCM, സംസാരിക്കുന്നതും RCM. ഭക്ഷണം കഴിച്ചാൽ വരുമാനം കിട്ടുന്ന ലോകത്ത് ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, RCM. വസ്ത്രം ധരിക്കുമ്പോൾ വരുമാനം കിട്ടുന്ന ലോകത്ത് ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, അത് RCM. കൃഷി ചെയ്താൽ വരുമാനം കിട്ടുന്ന ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അതും RCM. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പലതും ഉണ്ട് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ RCM ഏറ്റെടുക്കണം, RCM ചെയ്തു തുടങ്ങണം. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എനിക്കറിയാം, എന്റെ ടീമിൽപ്പെട്ട, ഇപ്പൊ ഈ മീറ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ ടീമിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. കോവിഡിന് മുൻപ് വരെ 2.5 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരാള്. 2.5 കോടി രൂപ. ഞാൻ അദ്ദേഹത്തെ ഒരു മീറ്റിംഗിൽ വെച്ച് പോലും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2.5 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യൻ. ജീവിച്ചിരുന്ന അത്രയ്ക്ക് വലിയൊരു അടിപൊളി വീട് കാര്യങ്ങളൊക്കെയാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, എന്നാൽ സിഗരറ്റ് മേടിക്കാൻ പോലും പോകാൻ ഒരു ഇന്നോവയിൽ കുറഞ്ഞൊരു വണ്ടിയിൽ ഞാൻ ഇന്നേ വരെ ട്രാവൽ ചെയ്തിട്ടില്ലാത്ത ഞാൻ ഇന്നത്തെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു. ഹലോ, കോടികൾ ആസ്തി ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ അഹങ്കരിക്കൊന്നും വേണ്ട, ശരിയല്ലേ? നിങ്ങളൊന്ന് RCMനെ മനസ്സിലാക്കി നോക്കൂ. നമുക്ക് ഏറ്റവും അത്യാവശ്യ സമയത്ത് നമ്മളുടെ കൂടെ ഒരാള് പോലും ഇല്ലെങ്കിൽ RCM നമ്മുടെ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. കാരണം എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടല്ല RCMനെ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ഇപ്പം ഏറ്റെടുക്കുക. മറ്റൊരു പ്രശ്നം നാളെ വരുന്നതിന് മുൻപ് നിങ്ങളെ വിജയത്തിൽ എത്തിച്ചിരിക്കും. ഒരാളുടെ മുമ്പിലും തല കുനിക്കാതെ, കൈ നീട്ടാതെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത് വെറുതെ പറയുന്നതല്ല. 8 വർഷവും 2 മാസത്തെയും എക്സ്പീരിയൻസ്, RCMൽ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് JRC. അപ്പോ ബുദ്ധിയൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലേ? നിങ്ങളൊന്നും പേടിക്കണ്ട. എല്ലാ ബുദ്ധിയും നമ്മള് ലോക്കറിലൊക്കെ വെച്ച് നമ്മൾ ഇനി കറക്റ്റ് അങ്ങോട്ട് പണി തുടങ്ങാൻ പോവാം, അല്ലെ? അപ്പോ നമ്മൾ ഇപ്പോഴേ തുടങ്ങും. ആൾക്കാർ പല രീതിയിൽ RCMൽ വരുന്നത്. ബൈ ചാൻസ് വരാറുണ്ട്, ബൈ ചോയ്സ് വരാറുണ്ട്, ബൈ ഫോഴ്സ് വരാറുണ്ട്. ഇപ്പൊ ഈ മീറ്റിംഗിൽ തന്നെ നിങ്ങളെയൊക്കെ എത്രയോ പ്രാവശ്യം പലരും ലീഡേഴ്സ് വിളിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? ഒന്ന് കേറ്, അല്ലെ? വാട്സപ്പിൽ എത്ര പ്രാവശ്യം മെസ്സേജ് വന്ന് ഇതിന്റെ പ്രൊമോഷന്റെ. അവസാനം ചില ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ RCM പോലുള്ള സിസ്റ്റത്തിലോട്ട് വരുന്നത് ബൈ ഫോഴ്സാ. ഒന്നെങ്കിൽ തള്ളും, അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുവരും, അല്ലെ? മീറ്റിങ്ങിനൊക്കെ വരാൻ പറയുമ്പോ അന്ന് എനിക്ക് ഭയങ്കര തിരക്കാ. വളരെ രസകരമാണ്, ഒരു തമാശയാണ് കേട്ടോ, വളരെ രസകരമായിട്ട് പറയാം. ഒരാളെ മീറ്റിങ്ങിന് വിളിച്ചു. അപ്പൊ മീറ്റിങ്ങിന് വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ തെങ്ങിലോട്ട് ഒരു വാഴ ചെരിഞ്ഞു, അതുകൊണ്ട് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല. സംഭവം മനസ്സിലായല്ലോ? തെങ്ങിലോട്ട് ഒരു വാഴ ചെരിഞ്ഞു, അതുകൊണ്ട് മീറ്റിങ്ങിന് വരാം. എന്ന് വെച്ചാൽ, കാരണം അങ്ങനെയാണ് ആൾക്കാർ എക്സ്ക്യൂസ് പറയുന്നതിൽ മിടുക്കര. ഇതിൽ എത്ര പേര് മിഡിൽ ക്ലാസ്സുകാരുണ്ട്? അതൊന്ന് മെസ്സേജ് അയക്കാൻ പറ്റും. മിഡിൽ ക്ലാസ്, ഞാൻ മിഡിൽ ക്ലാസ് ആണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇനിയിപ്പോ അത് അയക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചോട്ട് യേസ്ന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ആൾക്കാര് ഇതിപ്പോ പ്രശ്നമായോന്ന് മെസ്സേജ് അയക്കുമെന്ന് അറിയില്ല.
മിഡിൽ ക്ലാസ്സുകാരൊക്കെ ഒന്ന് കൈവക്കുകയെന്ന് ഒന്നൊന്ന് മെസ്സേജ് അയക്കുകയും ചെയ്യും. മിഡിൽ ക്ലാസ്, ഞാൻ മിഡിൽ ക്ലാസ് ആണെന്ന് പറയുന്ന ആൾക്കാർ ധാരാളം ആൾക്കാർ കൈവെക്കുന്നുണ്ട്, എന്ന് പറയുന്ന മെസ്സേജ് അയക്കുന്നുണ്ട്, മിഡിൽ ക്ലാസ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാ. യെസ്, യെസ്, കൈവൊക്കി. മിഡിൽ ക്ലാസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ? ധാരാളം ആൾക്കാരുള്ള മിഡിൽ ക്ലാസ്. ഓക്കെ, അപ്പോ ഇത് എന്തുകൊണ്ട് എല്ലാരും കൈവെക്കാനെന്ന് എനിക്കിപ്പം മനസ്സിലായി. സ്വയം വിജയിക്കാതിരിക്കുകയും മറ്റുള്ളവരെ എന്ന് വെച്ചാൽ അവരെ വിജയത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പറയുന്നതാണ് മിഡിൽ ക്ലാസ്. വീണ്ടും പണി കിട്ടിയല്ലേ? ഇനി ഞാൻ ചോദിച്ചാൽ ആരും മെസ്സേജ് അയക്കാൻ സാധ്യതയില്ല. എന്താ ഞാൻ പറഞ്ഞത്? സ്വയം വിജയിക്കുകയില്ല, എന്നാൽ വിജയിക്കാൻ ഒരുത്തിനും സമ്മതിക്കത്തേയില്ല മിഡിൽ ക്ലാസ്. കാരണം എല്ലാ ചിന്താഗതി അവന്റെ അങ്ങനെയാണ് മിഡിൽ ക്ലാസ്. നമ്മൾ ആവേശത്തോടുകൂടി ഇന്നിപ്പോ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ട് ക്ലാസ് കേട്ടിട്ട്, നോബൽ സാറിന്റെ ക്ലാസ് കേട്ടു, സോമിറ്റ് അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, വീട്ടിൽ പറയുന്നു, ഞാൻ അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, നാളെ മുതൽ ഞാൻ RCM ചെയ്യുമെന്നങ്ങോട്ട് പറയുമ്പോ, ഭാര്യ മീറ്റിംഗ് കേട്ട് ഭർത്താവിനോട് പറയുമ്പോൾ നിനക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കുമ്പം അപ്പൊ തീരും പ്രശ്നം. പണി പാളിയിലോ എന്നൊക്കെ ആരും എഴുതുന്നുണ്ട്. നമ്മുടെ മിഡിൽ ക്ലാസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ, സ്ട്രോങ് ഡിസിഷൻ നമ്മൾ എടുക്കണം. ഞാൻ RCM തുടങ്ങിയത് ഒരാളോടും ചോദിച്ചിട്ടൊന്നുമില്ല. എന്നോട് മോളി മാഡം RCMനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് ഇങ്ങനെയും ഒരു ബിസിനസ്സോ. എനിക്ക് തവടൻ എന്റെ കയ്യിലോട്ട് ഒഴിച്ചു വന്നിട്ട് കുടിക്കാൻ പറഞ്ഞു, ഞാൻ കുടിച്ചു, ഗത്യന്തരം ഇല്ലാണ്ട് പെട്ടുപോയി, കുടിച്ചു. അതിനുശേഷം ആട്ട കൊണ്ടേ വെച്ചു, മല്ലി, മുളക്, മഞ്ഞള്, പേസ്റ്റ്, ബ്രഷ്, വീട്ടിലോട്ട് വേണ്ട ചായപ്പൊടി, ഉപ്പ്, ഇതൊക്കെ കൊണ്ടേ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, അലക്കാനും കുളിക്കാനുള്ള സോപ്പുകളൊക്കെ കൊണ്ടേ കാണിച്ചിട്ട് പറഞ്ഞു, നോബിളെ നിന്റെ ജീവിതം രക്ഷപ്പെടാൻ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ മതി, ഇത് ഉപയോഗിക്കുന്നതിലൂടെയും പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയും വരുമാനം വരുമെന്ന് പറഞ്ഞപ്പോ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ല വീട്ടിൽ പോയി ഭാര്യയോട് ചോദിക്കട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ, മമ്മിയോട് ചോദിക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഓൺ ദി സ്പോട്ട്, ആ സെയിം നിമിഷം തന്നെ സാധനം മേടിച്ച് പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത ആളാ. സാധാരണ മിഡിൽ ക്ലാസ് വരുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ ഇങ്ങനത്തെയൊക്കെ പരിപാടി, നെറ്റ്വർക്ക്, അത് ഇത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഒന്നുമില്ല, തീരുമാനം എടുത്തിട്ട് വെറുതെ ഇരുന്നില്ല. എന്ത് തീരുമാനത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഇന്ന് വരെ നേടാത്ത കാര്യങ്ങൾ നേടണമെങ്കിൽ നമ്മൾ ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. വേണ്ടേ? ഇല്ലെങ്കിൽ ആരെങ്കിലും എന്താ ചെയ്യാം? ഇന്ന് വരെ നേടാത്ത കാര്യങ്ങൾ നേടണമെങ്കിൽ ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കുന്നിടത്താണ് നമുക്ക് സക്സസ് ഉണ്ടാവുക. ഹലോ JRCM, ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെ? എന്തൊക്കെ മാറ്റങ്ങളാ നമ്മുടെ ലോകത്ത് വന്നേ. പണ്ട് കാലത്ത് ബാർട്ടർ സമ്പ്രദായം അല്ലെ, ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിൽ നിന്ന് ട്രഡീഷണൽ ബിസിനസ് വന്നു. ഇന്നിപ്പോ കടയിൽ പോയി സാധനം മേടിക്കുന്ന രീതിയിലോട്ട് ബിസിനസ് മാറി അല്ലെ. നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ സഞ്ചിയും ഷോപ്പറും ഒക്കെ ആയിട്ട് കടയിൽ ചെല്ലുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. പണ്ടത്തെ കടയും ഇപ്പോഴത്തെ കടയും തമ്മിൽ വ്യത്യാസം വന്നു. പണ്ട് പലചരക്ക് കടയായിരുന്നെങ്കിൽ ഇന്നത് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും മെഗാ മാർട്ടും അങ്ങനെ പല രീതിയിലോട്ട് പേരുകൾ മാറി. ശരിയല്ലേ? ലോകത്ത് വീണ്ടും മാറ്റം വന്നു. ആൾക്കാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ലോകത്ത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു. ലോകം അതിവേഗം വളർന്നു, വീണ്ടും മാറി. ലോകത്ത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് രീതിയും വന്നു. മാറ്റം ആർക്കാ വന്നേ? ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളിൽ എത്ര പേരിൽ 2000 ഇറങ്ങിയ ഫോൺ ഇപ്പോഴും യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? 2010 ഇറങ്ങിയ ഫോൺ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. 2015 ഇറങ്ങിയ ഫോൺ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ഫോൺ കേടായി നിങ്ങൾ പുതിയൊരു ഫോൺ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ പഴയ ടെക്നോളജിയുള്ള ഫോണിലോട്ടാണോ പോകുന്നത്, അതോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഇതിലോട്ടാണ് പോവുക? പഴയതിലല്ലോ മേടിക്കാൻ പോവുക, പഴയ സിസ്റ്റത്തിലല്ലോ. സിസ്റ്റം മാറി, മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് വന്നു, ധാരാളം വരുന്നു. മാറ്റമില്ലാതെ നിൽക്കുന്നത് നമ്മുടെ മനസ്സ് മാത്രം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് എന്താണ്, ഒന്ന് മെറ്റ എന്ന് പറയുന്ന സംഭവം ചോദിച്ചാൽ മതി, സകല ഉത്തരവും കിട്ടും. ഫോൺ എടുക്കുക, ചോദിക്കുക.
മാറ്റം വന്നില്ലേ? നമ്മളും മാറണ്ടേ? അപ്പോ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് ട്രഡീഷണൽ ഇതിലോട്ട് വന്നു, അവിടുന്ന് ഡയറക്ട് സെല്ലിങ്ങിൽ വന്നു, അവിടെ നിന്ന് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് വരെ വന്ന് ഈ ലോകം എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് RCM. മനസ്സിലാക്കണം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ സിമ്പിൾ. നിങ്ങൾ കേട്ടോ. നമ്മളൊക്കെ ഇപ്പൊ സാധനം മേടിക്കുന്നത് പലചരക്കട, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ്. RCM തമ്മിലൊരു വ്യത്യാസം അല്ലേ? ഒരു പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് 100 രൂപയാണ് MRP എന്ന് കൂട്ടുക. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അത് എത്ര രൂപ വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും? ഞാൻ എല്ലാ മീറ്റിങ്ങിലും എല്ലാവരും ചോദിക്കുന്ന കാര്യം. അവർ പറയുന്നത് അതിൽ എത്രയാണോ വില എഴുതിയിരിക്കുന്നത് ആ വില അവർ മേടിക്കും സാറേ. ചിലടത്ത് ചെല്ലുമ്പോൾ ചില ഓഫറുകളൊക്കെ ഇടും, 1 രൂപ 2 രൂപയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കും, കുഴപ്പമില്ല. RCMൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും മിനിമം 20% ഡിസ്കൗണ്ട് കൊടുക്കും. മിനിമം 20% ഡിസ്കൗണ്ടാ. നിങ്ങൾ നോക്കിയോ. ഓൾറൗണ്ടർ പേസ്റ്റ് MRP 70 രൂപ. RCMൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് കിട്ടുന്നത് 53 രൂപയ്ക്ക്. 20% കൂടുതൽ ഡിസ്കൗണ്ടിലല്ലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്? ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോ മോർ ദാൻ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കണോ, RCMൽ നിന്ന് സാധനം മേടിക്കണം? 2, ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, പുതിയ ആൾക്കാരോട് പ്രത്യേകിച്ച്, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇന്ന കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു? 20 വർഷമായിട്ട് ഒരേ കടയിൽ നിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. എന്റെ ചോദ്യം, 20 വർഷം ഒരേ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ആ ഷോപ്പിന്റെ ഓണർ നിങ്ങൾക്ക് എന്തു തന്നു? ഒന്നും തന്നില്ലേ? ഇല്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ RCMലോട്ട് പോരെ. കാരണം എല്ലാ 6 മാസം കൂടുമ്പോഴും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഫ്രീ പ്രൊഡക്റ്റ്. എത്ര ആൾക്കാരാ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്, ആ പ്രൊഡക്റ്റിന്റെ മുമ്പിൽ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് അയക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 6 മാസം 1500 TV വെച്ച് മേടിച്ചു, ഞങ്ങൾക്ക് 1500 രൂപയുടെ സാധനങ്ങൾ ഫ്രീ കിട്ടി, 2500 രൂപയുടെ സാധനങ്ങൾ ഫ്രീ കിട്ടി, 5000 രൂപയുടെ സാധനങ്ങൾ ഫ്രീ കിട്ടി, നോട്ടി ചാർജിന്റെ വേറെ ഫ്രീ കിട്ടുന്നു, ഗാമോറേസന്റെ വേറെ ഫ്രീ കിട്ടുന്നു, കീസോളിന്റെ വേറെ ഫ്രീ കിട്ടുന്നു. നിങ്ങൾ ഏത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്, ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഏത് മെഗാ മാർട്ടിൽ നിന്ന് മേടിച്ചാലും നിങ്ങൾക്ക് കിട്ടുക. അതിവിടെ കിട്ടുള്ളൂ, RCMൽ. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് പറഞ്ഞു കൊടുക്കൂ ശരിയാണോ ഇല്ലയോ എന്ന്. 3-ാമത്തെ ചോദ്യം, നമ്മൾ മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റ് AC ആണ്, ഭയങ്കര സർവീസാണ്, കാര്യങ്ങളൊക്കെയാണ്, എല്ലാം കൊണ്ടും അടിപൊളി. ആ കടയിലോട്ട് നിങ്ങൾ ഒരാളെ പറഞ്ഞു വിടുക, ദേ ആ കടയിൽ ഇപ്പൊ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു. ആ കടക്കാരൻ നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങൾ കഴിഞ്ഞ് 2, 3, 5, 10, 15, 20, 25, 30, 40 വർഷമായിട്ട് ഒരേ കടയിൽ നിന്ന് സാധനം മേടിച്ചു, അല്ലെങ്കിൽ പല കടകൾ മാറി മേടിച്ചു. ആ കടകളിലോട്ട് നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞു വിട്ടു. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടുന്നില്ലേ? നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ RCMലോട്ട് വന്നിട്ട് RCMന്റെ ഷോപ്പുകൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇവിടെ ടീം ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ ലൈഫ് ജേർണി കാണിക്കാം. 2016 ജൂലൈ മാസം 27-ാം തീയതി ഏകദേശം 4-4:30 മണിക്കാണ് ഞാൻ RCMൽ ജോയിൻ ചെയ്യുന്നത്. 8 വർഷവും 2 മാസമായി RCMൽ വന്നിട്ട്. എന്റെ ആദ്യത്തെ വരുമാനം RCMലൂടെ 736 രൂപ അന്ന് ഞാൻ തന്നെയായിരുന്നു RCMൽ ഉണ്ടായിരുന്നത്. 736 രൂപ. ഇന്ന് 7700-ൽ പരം ആൾക്കാർ എന്റെ ടീമിലുണ്ട്. ഞാൻ മേടിച്ച ഹയസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 1,71,714 രൂപ. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്ക് വന്ന എമൗണ്ട് ആണ് പറയുന്നത്. ഹലോ, RCM മനസ്സിലാക്കണം. അപ്പോ ഞാനും സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും കയറി ഇറങ്ങി സാധനം മേടിച്ചോണ്ടിരുന്ന ആള് അവിടെ നിന്ന് മാറ്റി എന്ത് ചെയ്തു? RCMലുള്ള പ്രോഡക്റ്റ് ഒക്കെ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ RCMൽ നിന്ന് മേടിക്കാൻ തുടങ്ങി. RCMൽ ഇല്ലാത്തത് മാത്രം പുറത്തുനിന്ന് മേടിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ഞാൻ ചെയ്തു, ഇത് മറ്റുള്ളവരോട് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് ഈ എമൗണ്ട് കിട്ടിയെന്നല്ല പറഞ്ഞത്, 8 വർഷവും 2 മാസവും കൊണ്ട് വന്ന എമൗണ്ടാ പറഞ്ഞത്. എന്തുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് RCM ചെയ്യുന്നത്? കാരണം ഞാൻ എനിക്ക് ഒറ്റ പരിപാടിയുള്ളൂ, ആരെ കണ്ടാലും RCM പറയുക, RCM. കാരണം എന്താ? ആരും എനിക്ക് പൈസ തരാറില്ല. എന്നോട് പലരും ചോദിക്കും, എന്തുകൊണ്ട് ആ ബ്രാൻഡ് ഉപയോഗിക്കാത്ത? അവരാരും എനിക്കൊന്നും തരില്ല. RCMന്റെ കയ്യിൽ കൊടുത്താൽ, RCMന്റെ എന്താ പറയുക, വെള്ളം കൊണ്ടു കൊടുത്താൽ, RCMന്റെ ഷർട്ട് ഇട്ടാൽ, RCMന്റെ അണ്ടർഗാർമെന്റ്സ് ഇട്ടാൽ, RCMന്റെ സോക്സ് ഇട്ടാൽ, RCMന്റെ കർച്ചീഫ് ഉപയോഗിച്ചാൽ, RCMന്റെ ഫാൻ ഇടുമ്പോ, RCMന്റെ പെയിന്റ് അടിക്കുമ്പോ,
ആർസിഎമ്മിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ, ആർസിഎമ്മിന്റെ ന്യൂട്രീഷൻ കഴിക്കുമ്പോൾ, ആർസിഎമ്മിന്റെ നമ്മുടെ ഷൂ പോളിഷ് ചെയ്യുമ്പോൾ ഒക്കെ പൈസ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്ത് പണിക്ക് പോകണം? എന്തിന് മാറി ചിന്തിക്കണം? അതുകൊണ്ടാണ് മാറി ചിന്തിക്കണം എന്ന് പറയുന്നത്. ചേഞ്ചസ്, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇത് വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നല്ല വിശ്വാസം വേണം, ഉറച്ച വിശ്വാസം വേണം കമ്പനിയിൽ, നമ്മുടെ ലീഡേഴ്സില്, നമ്മുടെ സിസ്റ്റത്തില്, നമ്മുടെ ഷോപ്പില്, നമ്മുടെ പ്രൊഡക്റ്റില്, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവരിൽ നല്ല ഉറച്ച വിശ്വാസം വേണം. പിന്നെന്താ വേണ്ടേ? ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ. നമ്മൾ മറ്റുള്ളവരെ ഇത് ചെയ്യിപ്പിക്കുന്നതിന് മുൻപ് സ്വയം നമുക്കിത് ബോധ്യപ്പെടണം. അതുകൊണ്ടാ പറയാം, 3 മുതൽ 5 വർഷം വരെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആർസിഎമ്മിൽ നിലനിൽക്കൂ എന്ന് പറയുന്നു. അങ്ങനെ നിലനിന്നവർക്കൊക്കെ എന്താ സംഭവിച്ചേക്കുന്നത്? അവരൊക്കെ വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നല്ലത് കിട്ടിയെങ്കിൽ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ വാതോരാതെ മറ്റുള്ളവരോട് സംസാരിക്കാനും കൂടെ ശീലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് യുവർ മൈൻഡ് എന്നാണ് പറയുക. സെറ്റ് യുവർ മൈൻഡ്. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം, ദുഃഖത്തോടെ ഇരിക്കുന്നത് ആരെ തീരുമാനിക്കണ്ടേ? നാട്ടുകാരാണോ ഞാനാണോ തീരുമാനിക്കണ്ടേ? ഹലോ, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ ഒരു കുഴപ്പമില്ല, പുറത്തിറങ്ങിയോ അങ്ങോട്ട് ചിരിച്ചേക്കണം. എന്താ നഷ്ടം? ഒരു നഷ്ടമില്ല. ഒരു പൈസ കൊടുക്കണോ ചിരിക്കുന്നതിന്? ഒരു GST പോലും കൊടുക്കണ്ട, അല്ലേ? ഒന്ന് നല്ലപോലെ ഒന്ന് ചിരിച്ചു, നല്ലതുപോലെ ഒന്ന് സംസാരിച്ചു, നല്ലതുപോലെ ഒന്ന് പെരുമാറിക്കൂ. പക്ഷെ അത് ചെയ്യണം, നമ്മുടെ മാനസികാവസ്ഥ കറക്റ്റ് ആയിരിക്കണം, അല്ലേ? അത് കറക്റ്റ് ആക്കിയാൽ മതി. നമ്മൾ തന്നെ ചെയ്യണം, ആരും വരില്ല ഇതൊന്നും ചെയ്തു തരാൻ. പോസിറ്റീവ് മെന്റാലിറ്റി, പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നോക്കൂ. നോക്കൂ, ഞാൻ കണ്ടിട്ടുണ്ടോ ഒത്തിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ, ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത ആൾക്കാർ, ഒരു നല്ലത് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും പഠിച്ചിട്ട് എന്താ കാര്യം? ഹലോ, എത്രയോ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വളരെ തുച്ഛമായ സാലറി ജോലി ചെയ്യുന്നു. എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി പഠിച്ചതാ. പക്ഷെ ഇവിടത്തെ പ്രതീക്ഷയോ, ആർസിഎമ്മിലെ പ്രതീക്ഷ എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ, ഇപ്പൊ സ്റ്റാർ പേളായിട്ട് ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഉറപ്പാണ്, ഞാനിപ്പോ കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? 2024 നവംബർ 24 ആർസിഎമ്മിന്റെ 24ാമത്തെ ആനിവേഴ്സറിയിൽ 25,000 പേരുടെ മുൻപിൽ ആ സ്റ്റേജിൽ കയറുന്നതാണ് ഞാനിപ്പോ കാണുന്ന സ്വപ്നം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കയറിയിരിക്കും. എന്റെ പ്രതീക്ഷയാ, എന്റെ വിശ്വാസമാണ്. ആ പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എത്ര പേരുണ്ട്? GRC പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. തോറ്റാലും പൊരുതി തോക്കുന്നതിന് ഒരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. ഹലോ, തോറ്റാലും പൊരുതി തോക്കുന്നതിന് ഒരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. ശരിയല്ലേ? PT ഉഷ അവരോടി 4ാം സ്ഥാനത്തേ വന്നുള്ളൂ, പക്ഷെ ഇന്നും നമ്മൾ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഹലോ, നമുക്ക് മോട്ടിവേഷൻ തരേണ്ടത് ആരാ? നമുക്ക് പ്രചോദനം തരേണ്ടത് ആരാ? നമ്മളല്ലേ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുമ്പിലോട്ട് നിന്നിട്ട്, നോബിളെ, എടാ ലോകത്തിലെ ഏറ്റവും സുന്ദരം നീയാടാ, നിനക്കേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നിന്നെ കഴിഞ്ഞ് ഒരാളും ഇല്ല, നീ വളരെ സ്മാർട്ടാണ്, നിനക്കേ ഈ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, നിനക്ക് ആർസിഎമ്മിലൂടെ വലിയ സക്സസ് ആകാൻ പറ്റും. നിങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞ് നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ ഡെയിലി പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് വീട്ടിലിരിക്കരുത്. പറഞ്ഞിട്ട് അവരുടെ ചുരുണ്ടുകൂടി ഇരിക്കരുത്. അതും പറഞ്ഞിട്ട് ആ പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടി, ആ പ്രതീക്ഷയോടുകൂടി, ആ മാനസികാവസ്ഥയോടുകൂടി, ആ ദൃഢനിശ്ചയത്തോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ അങ്ങ് പുറത്തിറങ്ങി നോക്കിക്കേ. നിങ്ങൾ ആൾക്കാരോട് ആർസിഎം പറഞ്ഞു നോക്കിക്കേ, എന്താ സംഭവിക്കുക? ഹലോ, ആർസിഎം പതുക്കെ ചെയ്യേണ്ട ബിസിനസ് ഒന്നുമില്ല, വളരെ കൃത്യമായി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ് നാണം, മടി, പേടി. എപ്പോഴും ചോദിക്കും, നാണമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണണം, എന്നെ നോക്കിക്കുക.
ഹലോ, എന്തിനാ മടി? ആരെയാ പേടി? ഇത് മൂന്നും പോട്ടെ. നാലാമത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഞാനെന്ന ഭാവം. പിൻസാറിനോടൊക്കെ ചോദിച്ചു നോക്ക്. പിൻസാറൊക്കെ പണ്ട്, പിന്നെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ, ഞാൻ ഈ മല്ലിമുളകും തുണിയും വിൽക്കേ. അന്ന്, ഇന്നല്ല, അന്ന്. ഇന്ന് ബിനുസാറിനോട് ചോദിച്ചു നോക്കി. ബിനുസാറ് ഏറ്റവും മുൻപന്തിയിൽ, ഒരു നാണമില്ലാതെ, ഒരു മടിയില്ലാതെ, ഒരു പേടിയില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ മുൻപന്തിയിൽ ആർച്ചയം ചെയ്യാൻ വേണ്ടിയില്ലേ? ഹലോ, നമുക്ക് പിന്നെന്തിനാ ഇത്? അതാ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ വിജയിച്ച ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ നമുക്ക് എന്തിനാ വിചാരിക്കുന്നത്? അഞ്ചാമത്തേതാണ് കനകമ്മ മേഡം. ഞാൻ ഇത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കനകമ്മ മേഡം അമൃത ഹോസ്പിറ്റലിൽ വലിയ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരുന്നു. ഞാൻ ആർസ്യം ചെയ്യുകയോ ചെയ്താൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീഴും. എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലേ, ഞാൻ എങ്ങനെ ആർസ്യം ചെയ്യാം? ഞാൻ കോടീശ്വരനല്ലേ, ഞാൻ എങ്ങനെ ആർസ്യം ചെയ്യാം? എന്റെ അപ്പൻ ആനപ്പുറത്തിരുന്നില്ലേ, ഞാൻ എങ്ങനെ ആർസ്യം ചെയ്യാം? ഹലോ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റിയാൽ വലിയ വിജയം ഉണ്ടാവും. ഒരു സംശയമില്ല, വലിയ വിജയം ഉണ്ടാവും. ഒരു വീഡിയോ ഇത് ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഈ ലേഡിയെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ സൗണ്ട് വിട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഈ ലേഡിയെ കണ്ടല്ലോ, ഇവരെന്താ ജോലി ചെയ്യുന്നത്? വിറക് പെറുക്കാണ് അല്ലേ? കണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കാണും കേട്ടോ, എല്ലാവരും കാണും, എല്ലാവരും കാണും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ കണ്ട അതേ സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. ബിലീവ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചേ? എനിക്ക് ഒന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവരിരുന്നോ? ഇല്ല. പകരം എന്താണ്? എനിക്കേ പറ്റൂ. അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് അവര് മറ്റുള്ളവരോട് ഷെയർ ചെയ്തു. സെപ്റ്റംബർ മാസം നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ എന്താണോ, അതെങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ എത്തണമെന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്പറിനെ വിളിച്ചിട്ട് സംസാരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പറയണമെന്നാ പറയാ, വിളിച്ചു പറയണമെന്നാ പറയാ. ആ വിളിച്ചു പറയുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അതിന് വേണ്ട സാഹചര്യം പ്രകൃതി വരെ അനുകൂലമാക്കി തരുമെന്നാണ് പറയാ. ഇവരെന്താ, ഈ ഒരു ലേഡി എന്താ ചെയ്തത്? അവര് ഒറ്റ കാര്യം അവരോട് പറഞ്ഞുള്ളൂ, എനിക്കൊന്ന് നല്ലതുപോലെ ഒരുങ്ങി നല്ലൊരു വസ്ത്രം ഇട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ നേരത്തെ കണ്ട ആ ലേഡി ഏത് രൂപത്തിലോട്ട് അവര് മാറ്റിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. 50-55 വയസ്സുണ്ടാവും ഇവർക്ക്. വിറക് പെറുക്കി കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അവരുടെ സ്വപ്നത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ, മാറ്റം ഇതാണെങ്കിൽ നമ്മുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ തട്ടിയും മുട്ടിയും സമയം കളഞ്ഞ് മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഒരാൾക്കും കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വരുന്നു? ജയ്യാർസ്യം. സ്വപ്നം വിളിച്ചു പറയണം. സ്വപ്നങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കണം. ആ കളിയാക്കുന്നത് കേട്ട് വീട്ടിലിരിക്കാണ്ട്, ആ കളിയാക്കുന്നത് കേട്ട് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ പ്രവർത്തനം വീണ്ടും ഊർജിതമാക്കുമ്പോൾ നിങ്ങൾ നാളെ വിജയിച്ചു മുൻപിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുൻപിൽ ശ്രീലാളിതനായിട്ട് നിങ്ങൾ നിൽക്കുന്നത് അവര് കാണും. ഹലോ, മനസ്സിലാക്കണം. ആർസ്യം തരുന്ന അവസരം നിങ്ങൾ മനസ്സിലാക്കണം. സെപ്റ്റംബർ 30, ഇനി 9 ദിവസമേ ഉള്ളൂ. ഇന്ന് 21-ാം തീയതി അല്ലേ? 30-ാം തീയതി ഇന്നത്തെ ദിവസം വിട്ട് 22, 23, 24, 25, 26, 27, 28, 29, 30, 9 ദിവസം. ഇത് വേറൊരു രീതിയിലും പറയാം. ഇനി 9 ദിവസമുണ്ട്, അതായത് 216 മണിക്കൂർ ഇനി എന്റെ മുൻപിലുണ്ട്. അത്ഭുതം സംഭവിക്കാൻ ഒരു നിമിഷം മതിയെങ്കിൽ ഇനി 216 ലോങ് അവേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഉറച്ച തീരുമാനം എടുക്കണം. തീരുമാനം അയൽവക്കക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കരുത്. നിങ്ങൾ തീരുമാനമെടുത്താൽ അത് പ്രാവർത്തികമാക്കേണ്ട ചുമതലയും നിങ്ങൾക്ക് തന്നെയാണ്. ഫോക്കസ് എന്തൊക്കെയാ?
സെലിബ്രേഷൻ പ്രോഗ്രാം, ULP പ്രോഗ്രാം, 24th ആനിവേഴ്സറി പ്രോഗ്രാം പറഞ്ഞുതരാം. അടുത്ത മാസം നടക്കാൻ പോകുന്ന സെലിബ്രേഷൻ പ്രോഗ്രാം കേരളത്തിൽ എത്ര അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര നടത്തുന്ന സെലിബ്രേഷൻ പ്രോഗ്രാം നടക്കുമെന്നറിയോ? ആ സെലിബ്രേഷൻ പ്രോഗ്രാമിൽ നടക്കുമ്പം ഒരു അച്ചീവറായിട്ട് ആ സ്റ്റേജിൽ കയറി ഒരു മൊമെന്റോ മേടിക്കണോ, ഒരു ട്രോഫി മേടിക്കണോ, അതെയോ താഴെ കാണികളുടെ കൂടെ ഇരുന്ന് മറ്റുള്ളവർ കയറുമ്പോ ഇരുന്ന് കൈയടിക്കണോ, തീരുമാനം നിങ്ങളാ എടുക്കണ്ടേ. എത്ര പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്? ഓരോ ലീഡേഴ്സും അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഒക്ടോബർ 1-ാം തീയതി മുതൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചു. എന്റെ ടീമിൽ ഓൾറെഡി 3 വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് വന്നു കഴിഞ്ഞു, 2 ബിഗിനറും സ്റ്റാർട്ടറും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങൾ, നാളെ മുതൽ അങ്ങോട്ട് ഇനി അച്ചീവേഴ്സിന്റെ പെരുമഴയായിരിക്കും വരാൻ വന്നത്, പെരുമഴ. നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? ഒരു ഇന്നേ വരെ കാണാത്ത ഒരു പ്രോഗ്രാം. രാജഗിരി നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു മെഗാ പ്രോഗ്രാം, ഒരു അടിപൊളി പ്രോഗ്രാം ഈ വരുന്ന ഒക്ടോബർ മാസം 27-ാം തീയതി രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോവുക. ഇപ്പൊ ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്ന ആളെ ഒരു പക്ഷെ നിങ്ങൾക്ക് പരിചയമില്ല. നിങ്ങൾക്ക് ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാറിനെ നിങ്ങൾ പലരും അറിയും. അദ്ദേഹത്തിന്റെ മകന. ഈ സ്റ്റേജിൽ അദ്ദേഹം സംസാരിക്കും. ഈ വിശാൽ ഭട്സ് എന്ന് പറയുന്ന അദ്ദേഹം സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന 521 പേരിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നാളെ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ സ്റ്റേജുകളിൽ കയറി സംസാരിക്കാൻ അവസരം വേണമെന്ന് എത്ര ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒക്ടോബർ 27-ാം തീയതി എറണാകുളത്ത് രാജഗിരിയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ മാത്രം പങ്കെടുത്താൽ പോരാ, മക്കളെ കൂട്ടി വരണം. മക്കളെ മാത്രം കൂട്ടി വന്നാൽ പോരാ, നിങ്ങളുടെ ടീമിലുള്ളവരെ, നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിയിട്ട് വരണം. ഹലോ, ഒക്ടോബർ 27-ാം തീയതി എറണാകുളത്ത് രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു ULP പ്രോഗ്രാം. എന്താണ് ULP പ്രോഗ്രാം? ഞാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കമ്പനി നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു പ്രോഗ്രാം തന്നേക്കുന്നു, ഫ്രീ ആയിട്ട്, അല്ലെ? ഇനിയും 9 ദിവസമുണ്ട്, 216 മണിക്കൂറുണ്ട്. നോക്കൂ എന്തൊക്കെയാണ് ഇത്. ഓൾറെഡി നേരത്തെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് മിനിമം 2000 PVO അതിൽ കൂടുതലോ ചെയ്തവർക്ക്, ഇല്ലേ, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2000 PV ചെയ്തവർക്ക് അവർക്ക് ഈ പ്രോഗ്രാം ഫ്രീ ആണ്. കൂടെ ഒരാൾക്കും കൂടെ ഫ്രീ ആണ്. ഇനി അവര് 3 മാസം കൊണ്ട് 8000 PV ചെയ്തെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. കൂടെ 2 പേർക്കും കൂടെ ഫ്രീ ആയിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾ 10000 PV 3 മാസം കൊണ്ട് ചെയ്തു, എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഫ്രീ പ്ലസ് 3 പേരെ ആ പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് പങ്കെടുപ്പിക്കാം. 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. ഫുഡ് ഉണ്ടാവില്ല കേട്ടോ, ഫുഡിന് പൈസ കൊടുക്കും, പക്ഷെ പ്രോഗ്രാം ഫ്രീ ആണ്. നിങ്ങൾ പുതിയ ആൾക്കാരെ ആ പ്രോഗ്രാമിൽ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തു. ഇനി സാറേ ഞാൻ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഓഗസ്റ്റിൽ ജോയിൻ ചെയ്താൽ എന്താ സംഭവിക്കാം? ഓഗസ്റ്റിൽ 2000 PV ചെയ്തു, സെപ്റ്റംബറിൽ 2000 PV ചെയ്തു, ടോട്ടൽ 4000 PV വന്നാൽ നിങ്ങൾക്കും നിങ്ങളോടൊപ്പം ഒരാൾക്കും പങ്കെടുക്കാം. 2 മാസം കൊണ്ട് 6000 PV ആക്കിയാൽ നിങ്ങൾക്കും 2 പേർക്കും കൂടെ പങ്കെടുക്കാം. 2 മാസം കൊണ്ട് 8000 PV ആക്കിയാൽ നിങ്ങൾക്കും 3 പേർക്കും കൂടെ പങ്കെടുക്കാം. വേണോ വേണ്ടയോ നിങ്ങൾ ആലോചിച്ചോ. ഇനി അയ്യോ സാറേ ഞാൻ ഈ മാസമാണ് ജോയിൻ ചെയ്തത്, ഡോണ്ട് വറി. നിങ്ങൾ 2000 PV ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ മിനിമം 3000 PV ചെയ്താൽ നിങ്ങൾക്ക് ഒരാളെയും കൂടെ കൊണ്ടുവരാം. ULP പ്രോഗ്രാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനിത് പ്രസന്റേഷനിൽ എഴുതാനായിട്ട് വിട്ടുപോയി. ഒക്ടോബർ 15-ാം തീയതി ഈ പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് നടക്കും. ഒക്ടോബർ 18-ാം തീയതി ഇതേ പ്രോഗ്രാം കോട്ടയത്ത് നടക്കും. ഒക്ടോബർ 21-ാം തീയതി ഇതേ പ്രോഗ്രാം തൃശ്ശൂർ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കും. ഒക്ടോബർ 24-ാം തീയതി കണ്ണൂര് നടക്കും. കേരളത്തിൽ 4 പ്രോഗ്രാം ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു ഈ 4 കൊണ്ട് ഒന്നും തികയില്ല. എത്ര ആൾക്കാർ ആർസിമിലുള്ളത്? എന്റെ ടീമിൽ 5000 PV ചെയ്യുന്ന ആൾക്കാർ മാത്രം 100-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവരെല്ലാവരും പങ്കെടുക്കുകയും അവരെല്ലാം മിനിമം 3 പേരെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അവിടെ തന്നെ പങ്കെടുക്കാം?
അങ്ങനെയാണെങ്കിൽ ഓരോ ലീഡേഴ്സിന്റെയും ടീമിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഹോളും പറ്റും. അഡ്ലക്സിൽ നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചു, ഒരു ULP പ്രോഗ്രാം എനിക്ക് തോന്നുന്നു അഡ്ലക്സ് പോലും തികയാണ്ട് വരും. ഫോക്കസ്, നിങ്ങൾ ഫോക്കസ് ചെയ്യും. അടുത്ത പ്രോഗ്രാം ഞാൻ പറഞ്ഞു, 24ാമത്തെ ആനിവേഴ്സറി പ്രോഗ്രാം, RCMന്റെ ആനിവേഴ്സറി പ്രോഗ്രാം നവംബർ മാസം 24 തീയതി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ സാക്ഷികളാകാൻ നിങ്ങളെങ്കിലും പോണം. ഇത് കഴിഞ്ഞ വർഷം നടന്ന പ്രോഗ്രാമിന്റെ ഒരു ചെറിയ ഫോട്ടോയാണ്. 10,000 ആ വേദിയിൽ വന്നപ്പോ കഴിഞ്ഞ വർഷത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ തുടക്കമിട്ടത് നമ്മുടെ മഹാനായ ദ വൺ ആൻഡ് ഓൺലി നമ്മുടെ സ്വന്തം CRN മൂർത്തി സാറായിരുന്നു. അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാം ഇത്രയും പതിനങ്ങളെ സാക്ഷി നിർത്തി ആ മൈക്കെടുത്ത JRCM പറഞ്ഞ് ഈ പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന ആയിരക്കണക്കിന് മലയാളികൾക്കുണ്ടായ കോരിത്തിരിപ്പ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റും. ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തയാളാണ്. ഇപ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. 2024 നവംബർ 24 RCMന്റെ 24ാമത്തെ ആനിവേഴ്സറി നിങ്ങൾ പങ്കെടുക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഡൽഹി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും. സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഓരോ സ്വപ്നം ഫോളോഡ് ബൈ ആക്ഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അത് സത്യമായിട്ട് മാറുക. RCMൽ 21 സ്റ്റെപ്പ് ഉണ്ട് സക്സസിന്റെ. ഒന്നാമത്തെ സ്റ്റെപ്പ് ബിഗിനർ, 725 രൂപ വരുമാനം. ബിഗിനർ ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇത് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ലീഡേഴ്സിനെ വിളിക്കുക, ഞാൻ ബിഗിനർ ആവാൻ എന്ത് ചെയ്യണം? ബിഗിനർ ആയവരെന്ത് ചെയ്യണം? സ്റ്റാർട്ടർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ലീഡേഴ്സിനെ വിളിച്ച് ചോദിക്കണം, ഞാൻ സ്റ്റാർട്ടർ ആവാൻ എന്ത് ചെയ്യണം? വരുമാനം 1600. ഓപ്പണർ മുതൽ കമ്പനിയുടെ മന്ത്ലി ബോണസും ആനുവൽ ബോണസും കിട്ടും. വിളിച്ചു ചോദിക്കണം, ഈ ഓപ്പണർ എന്ന് പറഞ്ഞ പരിപാടി എന്താണ്? ഇതാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കണം. എനിക്കും മന്ത്ലി ബോണസ് വേണം, എനിക്കും ആനുവൽ ബോണസ് വേണം, ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത ലെവൽ ഈഗിൾ വന്നാൽ വരുമാനം വീണ്ടും കൂടുന്നു. അവിടുന്ന് മന്ത്ലി ബോണസും ആനുവൽ ബോണസും വീണ്ടും കൂടുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ബോണസ് എമൗണ്ട് എഴുതിയിട്ടില്ല, ബേസിക് ഇൻകം മാത്രമാണ് ഞാൻ എഴുതി പോകുന്നത്. റണ്ണർ, അടുത്ത ലെവൽ റണ്ണർ 7,600 രൂപ വരുമാനം കൂടിക്കൂടി വരുന്നു. ഓരോ ലെവൽ വരുന്തോറും വരുമാനം കൂടിക്കൂടി വരുന്നു. വിന്നർ 10,000-ലധികം വരുമാനം വരുന്നു. 5 അക്ക വരുമാനത്തിലോട്ട് വിന്നറിൽ വരുമ്പോൾ എത്തുന്നു. സ്റ്റാർ വരുന്നു. വരുമാനം വീണ്ടും കൂടി. നോക്കൂ, ഓരോ ലെവല് വരുന്തോറും വരുമാനത്തിൽ വരുന്ന വർധനവ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സ്വപ്നങ്ങളുണ്ട്. അത് നമ്മുടെ ടീമിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് പറഞ്ഞു കഴിയുമ്പം അവര് നമ്മുടെ കൂടെ നിൽക്കും. അവര് നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. ഗിരീഷ് സാറ് പല ക്ലാസ്സിലും പറയാറുണ്ട്, ഊപ്പർ വാല സെ പൂച്ചോ കൈസേ കൈസേ, നീച്ചെ വാലേക്കോ ബത്താവോ ഐസേ ഐസേ, ബീച്ച് മേ കമാവോ പൈസേ പൈസേ. എന്താ വെച്ചാൽ നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കുക, എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത്? നമ്മുടെ അസോസിയേഷനോട് പറയുക, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. അവരോട് ചോദിച്ചിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന മഹത്തരമായ വേറെ ഏത് പ്രസ്ഥാനമാണ് ഈ ലോകത്തിലുള്ളത്? പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കണം. നമ്മൾ ആക്ഷൻ, നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ഇടണം, നമ്മൾ ആൾക്കാരെ പോയി കാണണം, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യണം. അല്ലാതെ സക്സസ് ആവില്ല. വെറുതെ വീട്ടിലിരുന്നാൽ സക്സസ് ആവുന്നതല്ല RCM എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡ് വർക്കിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ അറിവ് കൂടും. കാരണം നമ്മൾ കൂടെ പോകുന്നത് അറിവുള്ളവന്റെ കൂടെ പോകുമ്പോൾ അവര് സംസാരിക്കുന്നത് മിണ്ടാതെ നിന്ന് കേൾക്കുക. അവരെന്തൊക്കെയാ പറയുന്നത്? ഒന്നെങ്കിൽ പേനെടുത്ത് ബുക്ക് എടുത്ത് നോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ പല തവണ അവരുടെ കൂടെ പോവുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. ആദ്യം തെറ്റായിരിക്കും പറയുന്നത്, മണ്ടത്തരായിരിക്കും പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ് ചെയ്ത് നമുക്കറിയാം, സന്തോഷ് നായർ സാറിന്റെ ഒരു ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, വെളുപ്പിന് എഴുന്നേക്കാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ അലാറം വെച്ച് എഴുന്നേറ്റ് ഞാൻ അതിനെ ശീലിപ്പിച്ചു. ബുക്ക് വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എങ്ങനെ ബുക്ക് മേടിച്ചു വെച്ച് ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റ്, വീണ്ടും ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റ്, ഇങ്ങനെ വായിച്ച് എനിക്കത് ശീലമായി. സൂം മീറ്റിംഗ് കേൾക്കുന്നതേ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് സൂം മീറ്റിംഗ് കേൾക്കുന്നത് എനിക്ക് ശീലമായി. വേണോ വേണ്ടയോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യൂ.
അല്ലേ? ഇവിടുന്ന് എന്താ, നമ്മള് സ്റ്റാർ പ്ലാറ്റിനം വരെ കണ്ടു, അവിടുന്ന് പേളും സ്റ്റാർ പേളും കഴിഞ്ഞ് ഇനി എംബ്രാൻഡിലോട്ട് പോകണം, സ്വപ്നങ്ങൾ കൂട്ടണം, വരുമാനം കൂടി ഓരോ ലെവലും മുമ്പോട്ട് പോകുന്നതോറും വരുമാനത്തിന് വർധനം ഉണ്ടാകുന്നുണ്ട്. ഡ്രീംസ് ഫോളോ ബൈ ആക്ഷൻ ബിക്കം ട്രൂ. അപ്പൊ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് വേണം? നമ്മള് ആക്ഷൻ വേണം. രണ്ട് ചെടിയുണ്ട്, ഒരു ചെടി ആ ചെടിക്ക് നമ്മൾ ചെറിയ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം. പക്ഷെ വലുതായി കഴിഞ്ഞാലോ നമ്മൾ ആരും അങ്ങോട്ട് നോക്കാറില്ല. അതിന്റെ വേരുകൾ ആഴത്തിൽ താഴോട്ട് പോയി അതിനു വേണ്ട വെള്ളവും വളവും അത് വലിച്ചെടുത്ത് അതൊരു വടവൃക്ഷമായി മാറി ആയിരക്കണക്കിന് ആൾക്കാർ തണലേറുന്ന, അവർക്ക് നല്ല വരുമാനം മേടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ബിനുസാറിനെ പോലെയുള്ള മഹാനായ ലീഡേഴ്സായി നമുക്കും മാറാം. തുടക്കത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം. വെള്ളമൊഴിച്ചു മാത്രം വളർത്തി ഒരു ചെടിയും ഇന്നേ വരെ വൻവൃക്ഷമായിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളവും വളവും കണ്ടെത്തിയവർ മാത്രമേ വലിയ വൃക്ഷമായിട്ടുള്ളൂ. സ്വന്തം വിജയത്തിന് സ്വന്തം പ്രയത്നം അത്യാവശ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. 2016 ജൂലൈ മാസം 27 എനിക്ക് ആർസിഎം തന്ന ഫാമിലിയാണിത്. ഞാൻ കാണിച്ച ഇൻകം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ബിസിനസ് രീതി അനുസരിച്ച് മാറ്റമുണ്ടാവും. മോളി മാഡം എനിക്ക് ആർസിഎം തന്നു, എന്നോട് ആരും പറഞ്ഞില്ല ഡിസ്പ്ലേ വാൾ തുടങ്ങാൻ. അന്ന് ഡിസ്പ്ലേ വാൾ എന്നൊരു കൺസെപ്റ്റ് ആർസിഎമ്മിലില്ല. പ്രൊഡക്റ്റ് കോർണർ അല്ലെങ്കിൽ മാജിക് കോർണർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാ. 2600 രൂപയുടെ റാക്ക് മേടിച്ചു. ആർസിഎമ്മിന്റെ അന്നത്തെ ഫോട്ടോ ആയത്. അന്നത്തെ ആട്ടോയുടെ ഫോട്ടോ ഉണ്ടോ? അന്നത്തെ മഞ്ഞളിന്റെ ഫോട്ടോ ഉണ്ടോ? അന്നത്തെ ചായപ്പൊടിയുടെ ഫോട്ടോ ഉണ്ടോ? അന്നത്തെ മല്ലിയുടെ ഫോട്ടോ ഉണ്ടോ? ഉപ്പിന്റെ ഫോട്ടോ ഉണ്ടോ? ഒക്ടോബർ 2014 എന്റെ വീട്ടില് ഞാൻ ഇങ്ങനെ ഒരു സംഭവം സ്ഥാപിച്ചു. ആരോടും ചോദിച്ചില്ല, എനിക്ക് ആരോടും അറിയില്ലായിരുന്നു ഇതൊന്നും ചോദിച്ചു ചെയ്യണമെന്ന്. ഇതേ റാക്കിലാണ് ഇന്നും എന്റെ വീട്ടിൽ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. എന്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കണം എന്ന് എന്റെ ലീഡർ മോളി ചേച്ചി എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി ഒരു നോട്ടീസ് അടിച്ചു. ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ. എന്റെ വീട്ടിലെ അയൽവാസികളായ 72ഓളം എന്റെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽപ്പെട്ട 72ഓളം വീടുകളിൽ കയറി ഇറങ്ങി ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തു. ഡോക്ടർ രാജൻ സാറാണ് ക്ലാസ് എടുക്കാൻ വന്നത്. 62 പേര് വന്നു. ആകെ രണ്ടാൾക്കാർ മാത്രം ജോയിൻ ചെയ്തു. പക്ഷേ നിർത്തിയോ? നിർത്തിയില്ല. നവംബർ 6 ഹോം മീറ്റിംഗ് വെച്ചു. നവംബർ 8 നോട്ട് നിരോധിച്ചു. നിർത്തിയോ? നിർത്തിയില്ല. പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. ആദ്യമായി ആർസിഎമ്മിന്റെ വലിയൊരു പ്രോഗ്രാം 2016 നവംബർ 14 കോയമ്പത്തൂർ കൊഡീസിയ കൺവെൻഷൻ സെന്ററിൽ ഞാൻ പങ്കെടുത്തു. ഏകദേശം 4000ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം. മഹാനായ TCG ആദ്യമായി സൗത്ത് ഇന്ത്യയിൽ വന്ന പ്രോഗ്രാം. ഇത് TCGയുടെ കൂടെ നിൽക്കുന്ന അന്നത്തെ ഫോട്ടോയുണ്ട്. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന 3 ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 3 ആൾക്കാരും ഇന്ന് സ്റ്റാർ പേൾ അച്ചീവേഴ്സാ. അന്നെടുത്ത ഫോട്ടോയാ. എന്താ പറഞ്ഞത്? നിങ്ങൾ നിലനിൽക്കണം, 3 മുതൽ 5 വർഷം വരെ നിലനിൽക്കണം. അന്ന് നിലനിന്ന പലരും ഇന്ന് വലിയ വലിയ ലീഡേഴ്സാ. 2016 ഡിസംബർ 19 എന്റെ വീട്ടിൽ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് ഒട്ടിച്ചു. അന്നേ വരെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ പറയാറില്ലേ, ഒരു പ്രശ്നം വരുമ്പോ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര ഇങ്ങനെ പുറകെ വരുന്നു, ഫേസ് ചെയ്യാൻ തുടങ്ങി. എവിടുന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്കറിയില്ല. വണ്ടി വിളിച്ചാ വരുന്നത്. പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. വെറുതെ ഇരുന്നില്ല. എനിക്ക് ഒരു പൾസർ ബൈക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്റെ ടീമിൽപ്പെട്ട അസോസിയേറ്റ് രാജിത ബാബു, ടെക്നിക്കൽ അച്ചീവർ രാജീവ് മാഡത്തിന്റെ ആക്റ്റീവ അന്നെടുത്തു. നിങ്ങൾക്ക് നോക്കൂ, ഫ്രണ്ടിൽ 2 ബോക്സ്, ബാക്കിൽ 1 ബോക്സ് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിനകത്തും പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ബോർഡ് ഉണ്ട്. ഇങ്ങനെ പോയി വീടാന്തരം കയറി ഇറങ്ങിയ ആൾക്കാരെ കണ്ടു. ഒരുപക്ഷെ ഈ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല, പട്ടിണിയായിരിക്കും. പക്ഷെ പുറത്തിറങ്ങുമ്പോ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പോകണം, ചിരിക്കണം, കോൺഫിഡൻസ് മുഖത്തുണ്ടാവണം. നമ്മൾ പോയി ആൾക്കാരെ കണ്ടു. 2017 ഏപ്രിൽ മാസം എന്റെ ടീമിൽ ആദ്യത്തെ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അലീഷ്യ ബുട്ടീക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഡോക്ടർ ശ്രീലാൽ, അദ്ദേഹത്തിന്റെ വൈഫ് ആശ മാഡം.
അതിൽ കുറച്ച് സ്പേസിൽ 10-30,000 രൂപയുടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സബ് സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2017 ഏപ്രിൽ 15 ആദ്യമായിട്ട് ഡയമണ്ടിനെ കാണുന്ന ചാലക്കുടി SN ഓഡിറ്റോറിയം. ആ പ്രോഗ്രാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. തീരുമാനിച്ചു എനിക്കും ഡയമണ്ട് ആവണം. 2017 എന്താ പറയണ്ടേ, ജൂൺ മാസം ന്യൂട്രി ചാർജിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ബോംബെയിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ രാം സാർ ചോദിച്ചു വരുന്നോ എന്റെ കൂടെ? ഞാൻ പറഞ്ഞു സാർ ആഗ്രഹമുണ്ട്, ഞാൻ എങ്ങനെ വരും? എന്നോട് വീണ്ടും ചോദിച്ചു നീ എന്റെ കൂടെ വരുന്നോ? ഞാൻ പറഞ്ഞു യെസ് സാർ. പോയി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആർസിഎമ്മിന്റെ വലിപ്പം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിർത്താൻ തോന്നിയില്ല. ഇത് മനോരമ ന്യൂസ് ചാനലിൽ നടന്ന സംവാദ ചർച്ചകളൊക്കെ നടക്കില്ലേ, അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ചർച്ചയ്ക്ക്. ഹരിത സഞ്ജീവനിയുടെ കമ്പനി ഫാക്ടറി വിസിറ്റ് ചെയ്തു നാസിക്കില് 2017 നവംബർ മാസം. കേരളത്തിൽ നിന്ന് എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയി. കാരണം ഈ കമ്പനി എന്താണെന്നും അവിടുത്തെ പ്രൊഡക്റ്റ് എന്താണെന്നും അവിടുത്തെ സിസ്റ്റം എന്താണെന്നും എനിക്ക് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ പോയി കണ്ടു. 2017 ഡിസംബർ 9 എന്റെ ടീമിൽ ആദ്യത്തെ ഷോപ്പ് അലീഷ്യ വണ്ടർ വേൾഡ് ക്വിക്ക് ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്കോടുകൂടി നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഈ ഷോപ്പ് എടപ്പള്ളി HDFC ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ്, എടപ്പള്ളി പള്ളിയുടെ അടുത്ത് HDFC ബാങ്കിന്റെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ സ്ഥാപനം ഇന്നും. അന്ന് കുന്നുംപുറത്തായിരുന്നു. ആ ഹൈവേ പണിയാൻ വേണ്ടി ആ ബിൽഡിംഗ് എടുത്ത് മാറ്റിയത് കൊണ്ടാണ് ഈ സ്ഥലം മാറ്റേണ്ടി വന്നത്. ഇന്നും അതിമനോഹരമായിട്ട് ഈ ഷോപ്പ് അവിടെ റൺ ചെയ്യുന്നു. നിർത്തിയില്ല. ജങ്കാറാണ് ഇപ്പുറത്ത് ഒരു വെള്ളം കാണുന്നത്. ജങ്കാറിൽ കയറി പോകുന്ന ഐലൻഡുകളിലോട്ടൊക്കെ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ വെച്ച് പോകാൻ തുടങ്ങി. വെറുതെ ഒരു സുപ്രഭാതത്തിലോട്ട് ഇങ്ങനെ കയറി വന്ന സ്റ്റാർ പേളൊന്നും ആയതൊന്നുമില്ല, നല്ലതുപോലെ അധ്വാനിച്ചിട്ട് തന്നെയാ. 2018 ഏപ്രിൽ മാസത്തില് 22 ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. എന്റെ കൂടെ നിൽക്കുന്ന ഡോക്ടർ ആനന്ദ് സാറ്, അർജുൻ സാറ്, എമറാൾഡ് നന്ദൻ സാറ്, ബിജു സനൽ മേഡം, സുരേന്ദ്രൻ സാറ്, ധാരാളം ലീഡേഴ്സ് പങ്കെടുത്തു. ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്തു. ഞാൻ ആദ്യമായിട്ട് ബോഡി സ്കാനർ മേടിച്ചതിന്റെ ഫോട്ടോ വരെ എൻ്റെ കയ്യിലുണ്ട്. ബോഡി സ്കാനർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൂടെ നിൽക്കുന്നത് ഡോക്ടർ ശ്രീലാൽ, ആശ മാഡം, ടെക്നിക്കൽ ചിവർ രാജി മാഡത്തിന്റെ മകൻ അജിത്. ഇന്ന് ആർസിഎമ്മിലെ അന്ന് സ്റ്റുഡന്റാ, ഇന്ന് ആർസിഎമ്മിലെ ഒരു എന്താ ഡിഗ്രിക്ക് പഠിക്കുന്നു. അതോടൊപ്പം എന്താ ID ഒക്കെ എടുത്ത് ആക്റ്റീവായിട്ട് ആർസിഎം ചെയ്തുകൊണ്ടിരിക്കുക. വിവിധ ഷോർട്ട് ഫിലിമിലും TV ഷോസും സിനിമയിലും അടക്കം അഭിനയിച്ചു. ഈ ചെങ്കൊടി എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തു. മെയിൻ വില്ലനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ ആ പ്രൊജക്ട് പിന്നീട് നടന്നില്ല. ധാരാളം സുഹൃത്തുക്കള് മോഡലിംഗിന്റെ പല വേഷങ്ങൾ കെട്ടി, എത്രയോ സുഹൃത്തുക്കള്, വലിയ വലിയ ആൾക്കാരുമായിട്ട് പരിചയം, ഇഷ്ടം പോലെ ഷൂട്ടിങ്, എത്ര വർക്ക് ചെയ്തു എന്നറിയോ? എന്തൊക്കെ പണികൾ ചെയ്തു എന്നറിയോ? ഇതൊന്നും വെറുതെ അല്ല. ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ഇന്ന് ആർസിഎമ്മിൽ സജീവമായിട്ടുണ്ടെങ്കിൽ ആർസിഎം തരുന്ന സൗഭാഗ്യം വെറുതെയല്ല, ചില്ലറയല്ല. ഇത് നിങ്ങളും മനസ്സിലാക്കണം. 2018 ഓഗസ്റ്റ് മാസം വെള്ളം കയറി. അന്ന് ആരോ എടുത്തൊരു ഫോട്ടോ, ഞാനായിരിക്കുന്നേ. അന്ന് നമ്മളൊരു ജീവിതത്തിലൊരു നല്ലത് വന്ന് നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് സകലതും ഇല്ലാണ്ടാക്കിക്കൊണ്ട് വെള്ളപ്പൊക്കം വന്നു. എന്റെ വീട്ടിൽ നിന്ന് നശിച്ചുപോയ സാധനങ്ങളുടെ കൂമ്പാരത്തിനടുക്ക് ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഇവിടെ വന്നപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിട്ടില്ല. എന്റെ വീട് ആ വെള്ളപ്പൊക്കത്തിൽ കിടന്ന വീട് ഇതാ കാണിക്കുന്നത്. പ്രതീക്ഷ കൈവിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകളൊക്കെ കിടക്കുന്ന പലതും നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആർസിഎം ചെയ്ത് മുന്നോട്ട് വന്നു. വീണ്ടും നിർത്തിയില്ല. പക്ഷെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതിനു മുമ്പ് ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത് വന്നപ്പം ഇത് ക്രൂഷ്യലായി. കാരണം ഒന്നാമതെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ നശിച്ചു. എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു ജോലി ഒക്കെ ചെയ്തേക്കാമെന്നും പറഞ്ഞ് ഒരു ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അതിനു മുൻപ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കറുകുട്ടിയിലെ ഹോളിലോട്ട് പോയി. അവിടെ അന്ന് ക്ലാസ് എടുക്കാൻ വന്നത് മഹാനായ ഡയറക്ട് സെല്ലിംഗിൽ ഡോക്ടറേറ്റ് കിട്ടിയ നമ്മുടെയൊക്കെ ഗ്രേറ്റ് അപ്ലയൻ സുരേന്ദ്രഭട്ട് സാർ. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ: 1 കംഫർട്ട് സോൺ, 2 സ്ട്രെച്ച് സോൺ, 3 പാനിക് സോൺ,
4 സക്സസ് അൺലിമിറ്റഡ്. അന്ന് ആ ക്ലാസ് എടുത്തത് എനിക്ക് വേണ്ടിയാന്ന് എനിക്ക് തോന്നി. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർസ്യം മാത്രമായിരിക്കും, മറ്റൊരു പരിപാടിക്ക് ഞാൻ പോവില്ല എന്ന് തീരുമാനിച്ചു. ബിനുസാർ തുടക്കത്തിൽ പറഞ്ഞു, ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തീരുമാനമെടുത്തതാണ് നോബിൾ എന്ന് പറഞ്ഞു തുടക്കത്തില്. ഈ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ എന്റെ വിഷൻ ക്ലിയർ ആക്കിയത്. ഡയമണ്ടിന്റെ പ്രോഗ്രാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒക്ടോബർ 27 രാജഗിരിയിൽ സുരേന്ദ്ര വത്സാന്റെ മകൻ വിശാൽ വത്സ് വരുന്നുണ്ട്. നിങ്ങൾ പോകണം, നിങ്ങളുടെ മക്കളെയും കൂട്ടി പോകണം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലാണ് മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവിടുന്ന് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അങ്ങോട്ട് പ്രവർത്തനം നമ്മൾ തുടങ്ങി. വെറുതെ ഇരുന്നില്ല. 2019 ജാനുവരി 19 മഹാനാട് TCG ആദ്യമായിട്ട് കേരളത്തിൽ വന്നു. ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് പോയി. താഴ്ന്നു കൊടുക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് മനസ്സിലായി. ഒരാള് പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചു. അങ്ങനെ നമ്മൾ പഠിച്ചു ചെയ്തപ്പോ വീട്ടിൽ നിന്ന് പറയും, നോബിളെ നീയാടാ ബെസ്റ്റ്, നീ ഇന്ന് ചെയ്തത് സൂപ്പർ ആയിടാ നോബിളെ. ആരും ഒരു പക്ഷെ നമ്മളോട് പറയില്ല, പക്ഷെ സ്വയം പറയാൻ പഠിച്ചു. 2019 മാർച്ച് മാസം ഞാൻ മൂർത്തി സാറിനോട് ചോദിച്ചപ്പോ മൂർത്തി സാർ എന്റെ കൂടെ ഗുജറാത്തിൽ വന്നു. ഇത് ഗുജറാത്തിലെ ജത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അഹമ്മദാബാദിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരെ, രാജ്കോട്ടിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരെ ജത്പൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ, ഒരു ചെറിയ പട്ടണമാണ്. അവിടെ എന്റെ കൂടെ മൂർത്തി സാർ വന്നു. അന്ന് മൂർത്തി സാറിന് കൊടുത്ത് സ്വീകരിക്കുന്ന ഫോട്ടോയാണിത്. അതേ മാസം 31 ഞാൻ RCMൽ സ്റ്റാർ എന്ന പദവി അച്ചീവ് ചെയ്തു. 2019 ജൂലൈ മാസം 20 ഇന്നത്തെ സ്റ്റാർ ഡയമണ്ട് രവി OP ശർമ്മ സാറ് കേരളത്തിൽ വന്നു. ഈ നിൽക്കുന്ന ഫോട്ടോയിൽ ബിനുസാറുണ്ട്. ബിനുസാറിന്റെ കാറയിൽ കൈ തൊട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അത്. ബിനുസാർ മൂർത്തി സാറൊക്കെ ടാറ്റ ഹാരിയർ മേടിച്ച ദിവസം മണർകാട് പള്ളിയുടെ ഹോളിൽ വെച്ച് നടന്ന പ്രോഗ്രാം. 2019 സെപ്റ്റംബർ മാസം 13 ഹോം മീറ്റിംഗ് പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇഷ്ടം പോലെ പ്രതിസന്ധികൾ വന്നു, പക്ഷേ വിട്ടുകൊടുത്തില്ല. 2022 മാർച്ച് 20 ലോക്ക്ഡൌൺ വന്നു. ആ മാസം 31 ഞാൻ സ്റ്റാർ ഗോൾഡായി. അതേ ജൂലൈ മാസം 31 ഞാൻ സ്റ്റാർ പ്ലാറ്റിനം പദവി അച്ചീവ് ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് എനിക്കായിരിക്കും. 2020 ഓഗസ്റ്റ് 1 കമ്പനി ഡിസ്പ്ലേ വാള് എന്ന പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു. എന്റെ വീട്ടിൽ ഞാൻ പ്രൊഡക്റ്റ് മേടിച്ചു. എന്റെ വീട്ടിൽ ഇന്നത്തെ ടെക്നിക്കൽ അച്ചീവർ രാജിത മാഡം, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ശരത്തിന്റെ ഫോട്ടോ ആണത്. രാജി മാഡം പറഞ്ഞു, സാറേ എന്റെ വീട്ടിൽ ഇത് ഉദ്ഘാടനം ചെയ്യണം. അന്ന് വലിയ ഫംഗ്ഷൻ ആയിരുന്നു, കോവിഡ് സമയം കൂടെയാണ്. പോയി 6-7 പേരുണ്ടായിരുന്നു മീറ്റിംഗിൽ. അന്ന് ആദ്യത്തെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്, കാരണം വേറെ ആരും ചെയ്തിട്ടില്ല. മൂർത്തി സാറ് പറയാറുണ്ട്, എല്ലാവരും ചെയ്യുമെങ്കിൽ ഞാനും ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല പ്രിയമുള്ളവര്, വെറുതെ പറയുന്നതല്ല, ചെയ്ത കാര്യങ്ങളാ. 2020 ഒക്ടോബർ മാസം 29 ഡയമണ്ട് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സൂം മീറ്റിംഗിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നിക്കൽ അച്ചീവറായ ആളാണ് ഞാൻ. ആ പ്രോഗ്രാം എടപ്പള്ളിയിൽ അരീഷ്യ ഷോപ്പിൽ വെച്ച് ഞാൻ പ്രോഗ്രാം വെൽക്കം പറഞ്ഞ് വീട്ടിൽ വന്ന് അതിന്റെ ക്ലോസിങ്ങിന് വേണ്ടി കയറുമ്പോ ഞാൻ വെൽക്കം പറഞ്ഞത് സ്റ്റാർ പ്ലാറ്റിനം ആയിട്ടാണെങ്കിൽ അത് ക്ലോസ് ചെയ്തത് പേൾ അച്ചീവറായിട്ടാണ്. 2021 മാർച്ച് മാസം 31 സ്റ്റാർ പേൾ എന്ന് പറയുന്ന പൊസിഷനിലെത്തി.
ലക്ഷ്യബോധമുള്ളവൻ വഴിയോര കാഴ്ചകൾ മയങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു 1.5 മാസം മുമ്പത്തെ ഫോട്ടോ, അല്ലെ 2 മാസം മുമ്പത്തെ ഫോട്ടോ ഇപ്പോഴും ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാൻ, ആൾക്കാരെ കാണാൻ, ഫീൽഡ് വർക്ക് ചെയ്യാൻ, വലിയ വലിയ മീറ്റിംഗിൽ സംസാരിക്കാൻ, ഹോം മീറ്റിംഗിൽ സംസാരിക്കാൻ, ഒരാളോട് സംസാരിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. വെറുതെ ഇരിക്കാറില്ല, വെറുതെ സമയം കളയാറില്ല. പിന്നെ കളിയല്ല ആർസിയം. ആർസിയം അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. മഴ പെയ്യുന്ന സമയത്ത് റെയിൻ കോട്ടിട്ട് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ നനയാതെ കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഇതിന് കിട്ടുന്ന ഒരു അഭിമാനമുണ്ടല്ലോ. അതിനുശേഷം 7-ാം തീയതി വരുന്ന വരുമാനം നമ്മൾ മേടിക്കുമുണ്ടല്ലോ, ഒരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഫീൽ ചെയ്യണം, അനുഭവിക്കണം. ഈ ഓഡിറ്റോറിയത്തിലാണ് ഇതേപോലെ ഇരുന്ന് നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ഒക്ടോബർ 27-ാം തീയതി നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞ് ബുക്ക് ചെയ്യണം. ആകെ 2500 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതേ ഹാളില്. ഇത് 2022 ഓഗസ്റ്റ് 21-ാം തീയതി ഇന്ത്യയിലെ ആദ്യത്തെ കീസോളിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്തതിന്റെ ഫോട്ടോ ആയത്. അത് ചെയ്തത് മനോഹരമായി കോർഡിനേറ്റ് ചെയ്തതിന് കമ്പനിയിൽ നിന്ന് കിട്ടിയ അംഗീകാരം എന്റെ ഫോട്ടോയത്. 2023 കമ്പനി ബോണസ് അനൗൺസ് ചെയ്തു, മന്ത്ലി ബോണസും ആനുവൽ ബോണസും. അന്ന് മുതൽ 1 മാസം പോലും മുടങ്ങാതെ എല്ലാ മാസവും മന്ത്ലി ബോണസും ആനുവൽ ബോണസും മേടിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. പ്രിയമുള്ളവരെ, വെറുതെ സമയം കളയരുത്, വെറുതെ സമയം കളയരുത്. ഇനി ഒരു ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് നിർത്താം. സെപ്റ്റംബർ 30-ാം തീയതി 2024, ഈ മാസം 30-ാം തീയതി ആവാൻ ഇനി 9 ദിവസമുണ്ട്. ഇനി 216 മണിക്കൂർ നിങ്ങളുടെ മുൻപിലുണ്ട്. എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്? നിങ്ങൾ ഏത് ലെവലാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ഇന്നുറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ലീഡേഴ്സിനെ വിളിച്ച് സംസാരിക്കാതെ നിങ്ങൾ ഒരാളും കിടന്നുറങ്ങരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ലീഡേഴ്സ് ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടാവില്ല. അവരെ വിളിച്ചുണർത്തി പറയണം, എന്റെ സാറേ, എനിക്കാവണം, എനിക്ക് സ്റ്റേജിൽ കയറണം, എനിക്ക് വിജയിക്കണം, എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കണമെന്ന് നിങ്ങൾ വിളിച്ചു പറയുക. നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുക. തീരുമാനം വേറൊരാൾക്കും കൊടുക്കരുത് എന്നുള്ളൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. തീരുമാനം ഉറച്ചതായിരിക്കണം, തീരുമാനം സ്വയം എടുക്കണം. അങ്ങനെ വിജയിക്കാൻ എല്ലാവർക്കും നിങ്ങൾക്ക് കഴിയണം. ആർസിയം വലിയൊരു അവസരം. ചെറുതാക്കി കാണരുത്. കുട്ടിക്കളിയല്ല, സീരിയസ് ആയിട്ട് ചെയ്യണം. പ്രൊഫഷനാണ്, അതിൽ ഏറ്റവും നല്ല പ്രൊഫഷണലായിട്ട് മാറാൻ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് 449 പേർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ മാസം ഒരു അടിപൊളി ബിസിനസ് ക്ലോസിംഗ് ഉണ്ടാവട്ടെ. ഇനി വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവട്ടെ. ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you all. Thank you, leaders. Thank you, Vinisa.